എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഞാൻ വണ്ടി എടുത്തതിന് ശേഷം ആദ്യമായിട്ട് ലോങ് ട്രിപ്പ് പോകുന്നതാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട. എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം ഇറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാം ഇങ്ങനെ റെഡി ആയിരിക്കണം. വേറെ എങ്ങോട്ടുമല്ല, നാളെ വർക്ക് ഉണ്ട്. അപ്പോൾ വർക്കിന് പോകണം. ആറന്മുളയിലാണ് വർക്ക് ഉള്ളത്. അപ്പോൾ വർക്കിന് പോകണം. അപ്പോൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് മാത്രം അവിടുന്ന് ഷോറൂമിന് വീട്ടിൽ വന്ന ആ ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഓടിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് ലോങ് ആയിട്ട് ഓടിച്ചിട്ടില്ല. അപ്പോൾ വർക്കിന് പോകണം. പിന്നെ അമ്പലത്തിൽ പോകാൻ പറ്റുമെങ്കിൽ അമ്പലത്തിൽ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നേരത്തെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ വിചാരിക്കുന്നു. സോ ഇറങ്ങിയപ്പോൾ തന്നെ മഴയാണ് കേട്ടോ. ഇന്ന് നല്ല കാലാവസ്ഥയാണ്. ഉച്ചവരെ ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 4:30 മണിയായി. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. അപ്പം മഴ വൈബിലാണ് പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത്രയും ലോങ് ആയിട്ട് ഓടിക്കുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് കൂടെ വരുന്ന അശ്വതിയാണ്. അശ്വതിയുടെ ഇന്ന് മോനെ കൂടി അശ്വതി കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ഇന്ന് പോകുന്നത്. അങ്ങനെ അശ്വതിയും അനന്തനും വന്നിട്ടുണ്ടല്ലേ. അനന്ത സേ ഹായ്. അനന്ത ഇച്ചിരി ചകച്ചില്ലാടിയാണ് കേട്ടോ. അനന്തനാണ് ഇന്ന് എന്റർടൈനിങ് ചെയ്യിക്കുന്നത് നമ്മളെ, അല്ലേ? ഡാൻസ്, പാട്ട്, കോമഡി ഒക്കെ ഉണ്ടാവില്ലേ? എന്താന്ന് പറയാത്ത എന്താ? ഇപ്പൊ നാളെ വന്നത് നിനക്ക്. ഇപ്പൊ നിന്റെ നാവ് എവിടെ പോയടാ? ഇപ്പൊ നിന്റെ നാവ് എവിടെ പോയി? നേരത്തെ നല്ല നാവായിരുന്നല്ലോ. ഇപ്പൊ എന്താ ഒന്നും മിണ്ടാത്ത എന്താ? അങ്ങനെ നമ്മൾ ഹോട്ടലിലേക്ക് എത്തി. കുറച്ച് സമയം കൂടുതൽ എടുത്തു എന്ന് വേണം പറയാൻ. കാരണം ഒന്നാമത് പുതിയ വണ്ടിയാണ്. അതുകൂടാതെ ഞാൻ വണ്ടി ഓടിച്ച് അധികം എക്സ്പീരിയൻസിലായിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കൊണ്ട് കുറച്ച് ഒരു നമ്മൾ ഏകദേശം ഒരു 3 hour വേണ്ട നമ്മൾ നോർമലി ഇങ്ങനെ എത്തുകയാണെങ്കിൽ. പക്ഷേ ഒരു 3 hour കൂടുതൽ, ഒരു 3 hour and 50 minutes ഏകദേശം എടുത്തു നമ്മൾ റൂമിലേക്ക് എത്താൻ വേണ്ടി. നമ്മൾ ഓൾറെഡി ഹോട്ടലിൽ എത്തിയായിരുന്നേ. ചെക്ക് ഇൻ ചെയ്ത് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു. ദെൻ അതിന് ശേഷം എൻ്റെ എന്താ പറയുക, ORS വന്നിട്ട് കാറിലായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നായിരുന്നു. അപ്പോൾ 2 ദിവസമായിട്ട് എൻ്റെ വയറിന് അത്ര ഒരു സുഖമില്ല. ഭയങ്കര എന്താണെന്ന് എനിക്കറിയില്ല, ഭയങ്കര ഒരു പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ORS വന്നായിരുന്നു. അപ്പോൾ ഫുഡിൻ്റെയൊക്കെ കുറച്ച് വിഷയങ്ങളൊക്കെ ആയിരിക്കണം. ഞാൻ ഫുഡൊന്നും അങ്ങനെ പ്രോപ്പറായിട്ടും ഒന്നും എടുത്തില്ല. ഹോട്ടൽ നല്ല ഹോട്ടൽ കേട്ടോ. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവർ ലോഞ്ചായിട്ട് 3-4 ദിവസമായിട്ടുള്ളൂ. അപ്പം ഫുഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് സ്വിഗ്ഗിയിൽ. എന്താണോ, നല്ല ഹോട്ടലാണോ വരുന്നത് എന്താണെന്നറിയില്ല. എനിവേ അങ്ങനെ എല്ലാവർക്കും അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ട് ഞാൻ ORS എടുത്ത്. ഇത്രയും കൂടെ ഉണ്ട്, ഇത്രയും കൂടെ ഒന്ന് കുടിക്കണം. കാരണം ഭയങ്കര എനിക്ക് പറ്റുന്നില്ല, വയറ് ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, ദെൻ ഇനി മെഡിസിൻ കഴിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഭക്ഷണത്തിന് മുമ്പ് ഉള്ളതാണ്. അരമണിക്കൂർ മുമ്പ്, ഭക്ഷണത്തിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് കഴിക്കുന്നതാണ്. ആ ഹലോ. അപ്പോൾ നോക്കിക്കോ നിന്നെ. ആ ഗുളിക കഴിക്കാനുള്ള ഈ ഗുളികക്കുള്ളിലാണ്. ഇതിങ്ങനെ അലിഞ്ഞു പോവും. പിന്നെ നിനക്ക് ഗുളിക വേണമെന്ന് പറയുന്നതോ? ആൻറ്റിക്ക് വയറ് സുഖമില്ല. നമ്മളിപ്പോ നോക്കാൻ പോണത് ഭൂമിയാണ്. ഭൂമി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആ നോക്കിയേ, ഭൂമി എങ്ങനെയുള്ളത്? ഭൂമി അടിപൊളിയായിട്ടിരിക്കുക. ഭൂമി അടിപൊളിയാ. നമ്മള് എവിടെ താമസിക്കണത് കാണിക്കാം. നമ്മൾ ഇവിടെയാണ് താമസിക്കണത്. ആ കണ്ടോ, നമ്മൾ ഇവിടെയാ താമസിക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യ. ആ പറഞ്ഞു കൊടുക്ക്. ചന്ദ്ര ഭൂമി കാണിച്ചു തരാം. ഇതാണ് ചന്ദ്ര.
ഈ ചന്ദ്രനിലാണ് ഇവനെ കൊണ്ടുപോകുന്നത്. ഈ ചന്ദ്രനാണ് റോക്കറ്റ് ഞാൻ കൊണ്ടുപോകണേ. സംഭവം കാണിക്കടാ. ആ കാണിക്കേ. ഇവൻ ഈ ചന്ദ്രനിൽ ബോംബിടക്കമാണ് പരിപാടി. ഇത് കണ്ടോ, ഇത് നമ്മുടെ ചന്ദ്ര. ചന്ദ്ര പോയി. നമ്മളിപ്പോ ഭൂമി ഒന്നും ചെയ്യൂല. പിന്നെ ആര് ചെയ്യും? സാറ്റലൈറ്റ് ഭൂമിയില്ല, അതുകൊണ്ട് നമുക്ക് ശരിയാക്കി കൊടുക്കാം. അത് നെറ്റ് ഇല്ലാത്തോണ്ടാ. സാറ്റലൈറ്റ് ശരിയാക്കി കൊടുക്കാം. സാറ്റലൈറ്റ് ശരിയാക്കി കൊടുക്കണം. നിനക്ക് ഭാവിയിൽ ആരാവാൻ ആഗ്രഹം? പറ, അവരോട് പറ, ആരാവാൻ ആഗ്രഹം? അവന് സയന്റിസ്റ്റ് ആവാൻ ആഗ്രഹം. കണ്ടോ, ഇവിടെയാണ് സാറ്റലൈറ്റ്. നമ്മള് വെടിയാക്കാൻ വരുമ്പോ അത് ഇപ്പൊ കാണിക്കണം. രണ്ട് ചുമന്ന വെടിയെ കൊണ്ട് അത് ഭൂമിയെ രക്ഷിക്കുന്നതാ. ഭൂമിയെ രക്ഷിക്കുന്നത് എല്ലാം ഇവന്റെ കയ്യിലാണുള്ളത്. ഇവനാണ് ഈ ഭൂമിയെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സയന്റിസ്റ്റ് അല്ലേ? നമ്മള് താഴെ ഭൂമിയാണ് മേഘമുള്ള. ഇത് ഈ നീല കളർ കാഴ്ചകളെ മേഘം എവിടെയാ? ഭൂമിക്ക് താഴെയാണോ ഭൂമിയുടെ മുകളിലാണോ? താഴെ. ഭൂമിയുടെ താഴെയാണ് മേഘം. വെള്ളം ഇരിക്കുന്നത് ഇവിടെ ബ്ലൂ കളർ ഉണ്ടാവും. ഇതുണ്ടോ? അപ്പൊ നമ്മളിപ്പോ വെള്ളത്തിലാണോ മേഘത്തിലാണോ? എവിടെയാ നമ്മളിപ്പോ ഉള്ളത്? ഇന്ത്യയിലാണുള്ളത്. ഇന്ത്യ ഭൂമിയിലല്ല. ഇന്ത്യ എവിടെയാ? ഇന്ത്യ എന്നായിരിക്കും നീ റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നത് എന്നെ അങ്ങ് ചന്ദ്രനിലോട്ട്? ഇവൻ വലുതാവുമ്പോഴത്തേക്ക് ഇവന് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഇപ്പൊ എന്നെ ചന്ദ്രനിലോട്ട് വിടണം. ഇവന് പൊറുതിമുട്ടി. ഇവന് എന്നെ കൊണ്ടും പൊറുതിമുട്ടി, എനിക്ക് അവനെ കൊണ്ടും പൊറുതിമുട്ടി. അതുകൊണ്ട് രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തി. ഇവൻ എന്നെ ചന്ദ്രനിലോട്ട് കയറ്റി വിടും, ഇവന് സ്വസ്ഥമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. അങ്ങനെ നമ്മളെ ബ്രൈഡൊക്കെ ഇന്ന് മേക്കപ്പ് ചെയ്ത് പോയി. ഇപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് പോയതേ ഉള്ളൂ. 5 o'clock വന്നായിരുന്നു. 8 ഒക്കെ ആകുമ്പോൾ കഴിയണമായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് റെഡി. ബ്രൈഡും സിസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു റെഡി ആവാനായിട്ട്. സോ അതെല്ലാം കഴിഞ്ഞു. അശ്വതി അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഫ്രഷ് ആവാനായിട്ട് പോയി. ഞാനും ഇനിയിപ്പോൾ ഫ്രഷ് ആവണം. എനിക്കിതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് ഒതുക്കിയെടുത്ത് വയ്ക്കണം. എന്നിട്ട് ഫ്രഷ് ആവാനായിട്ട് പോകണം. രാവിലെ പരിപാടി എന്താ ഉണ്ടാക്കാൻ പോകുന്നേ? അസുരന്മാരുടെയാ? ദേവി കത്തി വെച്ച് കഴുത്ത് മുറിക്കോ? പ്രേതം ആരാ? ഉണ്ടാക്കി തരാം. നമ്മളിപ്പോ ഉണ്ടാക്കി തരാം. ആദ്യം ഇത് ബോളാക്കണം. എന്നിട്ട് ഈ സാധനം കണ്ണു മുഖം ഉണ്ടാക്കണതോ ഇത് ഇങ്ങനെ. നമ്മളിപ്പോ ചത്തായിരിക്കണം. ഈ കണ്ണു ചത്തായിരിക്കും. അപ്പൊ ഇങ്ങനെയാ കണ്ടുപിടിക്കും. എന്തായിരിക്കുന്നേ? ചത്ത്. ചത്തോ? എന്താ കൊല്ലുന്നതിന് മുമ്പ് ചത്തോ? അതെപ്പോഴും ഇത് വെച്ചു. മുടി ഇങ്ങനെ ആക്കണം. നീ അപ്പൊ ഇവിടെ ക്ലേ ഉണ്ടാക്ക്. ഞാനിപ്പോ റെഡി ആവാൻ പോട്ടെ. അമ്പലത്തിൽ പോകാൻ കേട്ടോ. അമ്പലത്തിൽ പോകാൻ റെഡി ആയോ? ഇതാണ് ഔട്ട്ഫിറ്റ് അമ്പലത്തിൽ പോകാനുള്ള? ഈ ഔട്ട്ഫിറ്റ് ആണോ അമ്പലത്തിൽ പറഞ്ഞേ? മോഡേൺ ആയിട്ടാണ് അമ്പലത്തിൽ പറഞ്ഞേ. എന്താ ട്രഡീഷണൽ ആയിട്ട് വരത്ത്? എന്താ കുളിച്ച് റെഡിയായി? ഓക്കെ. അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആവാനായിട്ട് പോകുന്നു. കുളിയൊക്കെ കഴിഞ്ഞു, ഫ്രഷ് ആയി. ദെൻ ജസ്റ്റ് ഒരു ലൈറ്റ്, ഒരു മിനിമലായിട്ട് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ റെഡി ആവുന്നത് വീഡിയോ എടുക്കുന്ന അനന്തനാണ് കേട്ടോ. അനന്തനാണ് വീഡിയോ എടുക്കുന്നത്. എന്നെ ഫുള്ള് കിട്ടുന്നുണ്ടോ, എൻ്റെ എവിടെ കിട്ടുന്നുണ്ടോ, ഏത് കിട്ടുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല. അനന്ത വീഡിയോ കിട്ടുന്നുണ്ടോ? നോർമലി ഞാൻ എപ്പോഴും ഇടാറുള്ള പോലെ ഒരു സൺസ്ക്രീം, ഒരു ടിൻറ്റഡ് സൺസ്ക്രീമാണ് ഞാൻ എപ്പോഴും
ഇടാറുള്ളത് കേട്ടോ. അത് എനിക്ക് നല്ല കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട്. സോ ടിൻറ്റഡ് സൺസ്ക്രീൻ, പിന്നെ ഐബ്രോ എപ്പോഴും ഞാൻ എപ്പോഴും ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഐബ്രോ ചെയ്ത് കഴിഞ്ഞു. ദെൻ ലിപ്സ്. ലിപ്പ് ഞാൻ എപ്പോഴും ഒരു ന്യൂഡ് ഷെയ്ഡ്സാണ് എനിക്കിഷ്ടം. ദേ ഈ മാഴ്സിൻ്റെ ലിപ്സ്റ്റിക് ഇടാറുള്ളത്. ഓ അത്രയും കോസ്റ്റ്ലി ഒന്നുമല്ല, ഒരു ആയിട്ടുള്ളൊരു ന്യൂഡ് ലിപ്സ്റ്റിക്. താങ്ക് യു. ന്യൂഡ് ലിപ്സ്റ്റിക്ക്. പിന്നെ കണ്ണിൻ്റെ പുറത്ത് ഞാൻ വരയ്ക്കാറില്ല. മീൻസ് കണ്ണിൻ്റെ പുറത്ത് വരച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല കണ്ണിൻ്റെ പുറത്ത് വരയ്ക്കുന്നത്. പിന്നെ അകത്താണ് എപ്പോഴും വരയ്ക്കാറുള്ളത്. സോ ഞാൻ പ്ലമ്മിൻ്റെ ഒരു ഐ പെൻസിൽ വെച്ചിട്ട് കണ്ണിനകത്താണ് വരച്ചു കൊടുക്കുന്നത്. എനിക്ക് കണ്ണിന് പുറത്ത് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊള്ളത്തില്ല. സോ അതുകൊണ്ട് കണ്ണിനകത്താണ് ഞാൻ വരയ്ക്കാറുള്ളത്. സംവേദി പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഈ ഒരു വയലറ്റ് ആൻഡ് മസ്റ്റേർഡ് യെല്ലോ കോമ്പിനേഷനുള്ള സാരിയാണ് ഇട്ടേക്കുന്നത്. പിന്നെ ബ്രൈഡിൻ്റെ അനിയത്തി വെച്ച് കുറച്ച് പൂ ബാക്കി ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും കൂടി ഡിവൈഡ് ചെയ്ത് വെച്ചു. സോ അപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരട്ടെ. എനിക്ക് തോന്നുന്നു ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അമ്പലത്തിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നു. തിരുവാറന്മുള ക്ഷേത്രത്തിലേക്ക് പോകുന്നത് സെക്കൻഡ് ടൈമാണെന്നാണ് തോന്നുന്നത്. കാരണം മുമ്പ് ഒരിക്കൽ ഞാൻ വന്നിട്ടുള്ള പോലെ എനിക്കൊരു ഓർമ്മയുണ്ട്. പക്ഷെ കുറേ കാലം മുമ്പാണ്. ഇനി നമുക്ക് പോയിട്ട് വരാം. നേരത്തെ വന്നിട്ടുണ്ടോ ഇവിടെ? ആദ്യം വാ, ഇങ്ങോട്ട് വാ, നമുക്ക് ഫ്രണ്ടിൽ പോവാം കേട്ടോ. മുന്നിൽ പോവാം. ഓക്കെ. മേടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം വരെയെങ്കിലും നമുക്ക് എല്ലാ രീതിയിലും അമ്പലത്തില് നല്ല ഭംഗിയായിട്ട് തൊഴാൻ പറ്റി ഇന്ന്. അതുപോലെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അപ്പം അങ്ങനെ തൊഴാൻ പറ്റി. പ്രസാദം കിട്ടി, ഭഗവാന്റെ തൃക്കൈ വെണ്ണ കിട്ടി. ഒരുപാട് സന്തോഷം കേട്ടോ. ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. ദേഹം മൊത്തം കളഭമാണെന്ന്. കളഭാഭിഷേകത്തിന് തൊട്ട് മുമ്പെത്തിയായിരുന്നു. കളഭാഭിഷേകം കാണാൻ പറ്റി. ഭഗവാനെ തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റി. അങ്ങനെ നല്ലൊരു ദർശനം കിട്ടി. സോ നല്ലൊരു ദിവസമായിരുന്നു. നമ്മൾ അവിടെ നിന്ന് പോരാനായിട്ട് തിരിച്ചു. എല്ലായിടത്തും പെട്ടെന്നായിരുന്നു പാക്ക് ചെയ്ത് എല്ലാം ഇതായിട്ട് തിരിച്ചു. ബാക്കിൽ അനന്തം കിടന്ന് സുഖം ഉറക്കമാണ് കേട്ടോ. ഭയങ്കര ഇച്ചിരി കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ അവന് ഇച്ചിരി അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ ബാക്കിൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങാണ്. ഒരു കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചുള്ള നീര് കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് കുടിക്കാനായിട്ട് ഇവിടെ നിർത്തി. അശ്വതി വാങ്ങിത്തന്നു. ഈ ചൂട് സമയത്തെ ഒരു ഇളനീര് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസം. കൊള്ളാം. ഇനി ഏകദേശം ഒരു 96 കിലോമീറ്റേഴ്സ് ഉണ്ട്. വൈകുന്നേരം മഴയായിരിക്കും എന്നാണ് തോന്നണേ. കണ്ടിട്ട് മഴയുടെ കോളൊക്കെ ഉണ്ട്. കുറച്ച് ദിവസം കൂടെ അടുപ്പിച്ച് എന്നും വൈകുന്നേരം മഴയാണ് ട്രിവാൻഡ്രത്ത്. സോ ഇന്ന് മഴയായിരിക്കും. വീട്ടിലാണെങ്കിൽ മെയിൻ്റെനൻസ് ചെയ്യാനൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗേറ്റൊക്കെ റിനോവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണി നടക്കുന്നുണ്ട്. ഞാൻ നോക്കട്ടെ, വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇട്ടേക്കാം. ഗേറ്റ് റിനോവേറ്റ് ചെയ്ത് കുറച്ച് വലുതാക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്, പണിക്കാർ. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ എൻ്റെ തുളസിത്തറ ഇത്രയും കാലമായിട്ടുണ്ടായിരുന്ന തുളസിത്തറ മാറ്റുകയാണ്. എങ്കിലും നമ്മുടെ മറ്റേ വണ്ടിയും കൂടെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തുളസിത്തറ മാറ്റുക. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ, വഴിയോര കടയിൽ. സോ ഫുഡ് കഴിക്കാനായിട്ട് കറി ഇതേണ്ട. അനന്തന് ഇലയില്ല, ഫുഡും ഇല്ല, കറിയും ഇല്ല.
അനന്തൻ്റെ അമ്മ എല്ലാം കൈകയറി. സോ അനന്തന് ഒരു സാധനങ്ങളും കൊടുത്തില്ല. അങ്ങനെ അനന്തൻ ദുഃഖിച്ച് വിഷമിച്ച് നിൽക്കുകയാണ്. ഉറങ്ങിക്കിടന്ന് അനന്തനെ വിളിച്ചിട്ട് ചോറില്ലെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അങ്ങനെ പരിപ്പൊക്കെ ഒഴിച്ച് ചോറ് വയ്ക്കട്ടെ. പരിപ്പല്ലല്ലോ, ഞാൻ മോര ഒഴിച്ചു. എൻ്റെ വയറ് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ മോര് ഒഴിച്ചു. മീൻ പറഞ്ഞിട്ടുണ്ട്, മീൻ വന്നില്ല. മോര് നല്ല ടേസ്റ്റ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞാൻ കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. അനന്തം കഴിച്ചിട്ടില്ല. അവൻ കുറച്ച് സ്ലോ അല്ലേ, കുഞ്ഞല്ലേ. അപ്പം അവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ പോന്നു. കാരണം അവിടെ ആൾക്കാർ ഇങ്ങനെ വെയിറ്റിംഗ് ആണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല റഷുള്ള സ്ഥലമാണ്. ഞാൻ മിക്കപ്പോഴും ഇതൊരു പാസ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ കഴിക്കാൻ കയറാറില്ല കേട്ടോ. കാരണം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ഭക്ഷണമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ കയറിയാൽ കഴിക്കാറുള്ളത് നല്ല ടേസ്റ്റായിട്ട്. എൻ്റെ വയറ്, സത്യം പറഞ്ഞാൽ വയറ് ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. പക്ഷെ ഇന്നലെ മെഡിസിൻ എടുത്തു, ഇന്ന് രാവിലെയും കൂടെ എടുത്തപ്പോഴത്തേക്ക് കുറച്ചൊരു ബെറ്റർ ആയിട്ടുണ്ട്. എന്നാലും എവിടെയോ എനിക്കൊരു എന്താ പറയുക, ഒരു പ്രശ്നമുണ്ട് വയറിന്. എന്നാലും നല്ല ഫുഡ് കാണുമ്പോഴത്തേക്ക് ഞാൻ കഴിച്ചു പോകും. കാരണം എൻ്റെ ഫുഡൊക്കെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഓക്കെ അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വയറിന് നല്ല പ്രശ്നമുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസം കൂടി ടാബ്ലറ്റ് കഴിച്ചിട്ട് ഓക്കെ അല്ലെങ്കിൽ ഡോക്ടറെ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. കഴിഞ്ഞോ നിങ്ങളുടെ അംഗം? കഴിഞ്ഞോ ഈ ചെറുക്കൻ്റെ അംഗം? കഴിഞ്ഞോ അംഗം വെട്ടി കഴിഞ്ഞോടാ നീ? അശ്വതിക്ക് വേറൊരു വർക്കുണ്ട്. അങ്ങനെ വന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ എത്തിയത് അവൾ പോയി. സോ ഇന്നത്തെ വീഡിയോ, കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.